ഇപ്പം ഞാൻ രാവിലെ എണീക്കുന്ന വീഡിയോസിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക, എങ്ങനെ നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ ആലോചിച്ചിട്ടാണ്. അങ്ങനെ വെള്ളമെല്ലാം കുടിക്കുമ്പോഴാണ് എനിക്കൊരു തോട്ട് വന്നത്, നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ നോക്കുക. ഈ പീരിയഡ് ക്രാംസ് ഒക്കെ റെഡ്യൂസ് ആവാൻ നല്ലതാണ്. പിന്നെ അജ്ജി 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട് മീനും ഇല്ല, രസമില്ല ഫുഡ് കഴിക്കാനെന്ന്. അപ്പത്തേക്കുണ്ട് നല്ല ആയില്ല രാവിലെ തന്നെ. അജ്ജിയുടെ ഫേവറേറ്റ് ആണ് ആയില്ല. അജ്ജിയുടെ മുഖം നോക്കൂ, ആ മുഖത്തില്ലേ സന്തോഷം. അജ്ജിക്ക് മാത്രമല്ല, നമ്മുടെ ആ ചുറ്റുവട്ടത്തിലെ എല്ലാ പൂച്ചകൾക്കും ഭയങ്കര സന്തോഷമാണ്. ആ ബൈക്കിൻ്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിയാൽ തലക്ക് വേണ്ടി വെയിറ്റ് ആക്കുന്നത്. അങ്ങനെ റീൽസ് കണ്ടു, നല്ല രസമായി ചെയ്യുന്നില്ലേ അവള്. അതേപോലെ ഞാൻ ചെയ്യാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നും ആവുന്നില്ല. ഞാൻ ചെയ്താൽ എന്താ ചെയ്യുക. അങ്ങനെ ആ റീൽസ് ഞാൻ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഡു ചെക്ക് ഔട്ട് മായ ശ്രീധർ. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായത് അമ്പലത്തിൽ പോകാനൊന്നും അല്ല, ആ റീലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡെഡിക്കേഷനാണ്, എന്താ ചെയ്യുക. അച്ചപ്പല്ലം തിന്ന് കുശലം പറഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു വണ്ടി പോയി. എന്ത് സൗണ്ട് അറിയോ? ഞങ്ങൾ നോക്കിയെടുത്ത് തന്നെ ബാക്കിയായി. അച്ഛി അതിനെക്കുറിച്ച് എന്തെല്ലോ പറയുന്നു. അപ്പം എൻ്റെ അനിയത്തി ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, നീ എന്ത് ഇന്ന് എൻ്റെ വീഡിയോ എടുക്കാത്ത? ഇന്നലെ ആ യൂണിഫോം ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും വലിയ വീഡിയോ എടുത്തിട്ട് ഇന്ന് നല്ല റെഡി ആയിട്ട് വീഡിയോ എടുക്കുന്നു പറഞ്ഞത്. പക്ഷെ എടുത്തതൊക്കെ ഇഷ്ടമായിട്ട് അതാണ് ആ കാണിച്ചത്. ഈവനിങ് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ബനാനയിൽ ഇട്ടിട്ടൊരു ഇതാക്കൂലേ, അതാക്കി. അതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അച്ചിക്ക് നല്ല ഇഷ്ടമായി. അത് ആ വീഡിയോയിൽ തന്നെ അവൾ കാണിക്കുന്നുണ്ട്. പക്ഷെ വിദ്യയോട് ചോദിച്ചു, ഓള് അഭിനയിച്ച പോലെ ഇല്ലേ, അത് ഞാൻ അഭിനയിപ്പിച്ചതല്ല. പിന്നെ ഇവളെ എന്നോട് സൗന്ദര്യപ്പണക്കായിട്ട് കടന്നതാണ്, എനിക്ക് വേണ്ട നീ ഉണ്ടാക്കിയതെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. ആ രംഗമായിരുന്നു അത്. പക്ഷെ കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഓക്കെ ദെൻ സീ യു.